പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് കേരളത്തിലെ ഹൈസ്പീഡ് ട്രെയിനിനെ കുറിച്ചാണ് കേട്ടോ. ട്രാവലറും ബിസിനസ് പരമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഈ വീഡിയോ വഴി പങ്കുവെക്കുന്നത്. അപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലോകത്തുള്ള ഹൈസ്പീഡ് ട്രെയിനുകളൊക്കെ തന്നെ 300 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നതാണ്, അതിന് മുകളിൽ സ്പീഡിൽ പോകുന്നതാണ്. ഏകദേശം കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരം വരെയുള്ള ദൂരം ഒരു അരമുക്കാൽ മണിക്കൂർ കൊണ്ട് ഓടിയെത്തും. അതുകൂടാതെ ബാംഗ്ലൂരിലേക്കുള്ള ഒരു ദൂരമൊക്കെ ആണെങ്കിൽ 1.5-1.25 മണിക്കൂർ മതിയാവും ഈ ട്രെയിന് കവർ ചെയ്യാനായിട്ട്. പിന്നെ ഈ ഒരു സ്പീഡ് പോരാനിട്ട് ഇനി ആ ഒരു സ്പീഡിൽ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 500-600 കിലോമീറ്റർ സ്പീഡിലേക്കുള്ള ഇത് ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരം വരെയൊക്കെയുള്ള ഒരു ദൂരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 15 മിനിറ്റൊക്കെ മതിയാവും കവർ ചെയ്യാനായിട്ട്. ബാംഗ്ലൂർ വരെയൊക്കെ ഏകദേശം ഒരു മണിക്കൂർ കൊണ്ടൊക്കെ ഓടിയെത്താൻ പറ്റും. അതേമാതിരി തന്നെ ഇന്ത്യയിലും സ്പീഡ് കൂട്ടാനുള്ള പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഓടുന്ന ട്രെയിനുകളുടെ സ്പീഡ് എന്ന് പറയുന്നത് 80-90 കിലോമീറ്റർ സ്പീഡാണ്. അങ്ങനെ ഇന്ത്യയിൽ സ്പീഡ് കൂട്ടാനുള്ള ടെക്നോളജിയുടെ രംഗപ്രവേശമാണ് LHP, ലിങ്ക് ഹോഫ്മാൻ ബുഷ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നോളജി, ജർമ്മൻ ടെക്നോളജിയാണ്. അത് യൂസ് ചെയ്യുമ്പോൾ ആ സ്പീഡ് 160 കിലോമീറ്റർ വരെയൊക്കെ എത്തിയിട്ടുണ്ട്. ഗതിമാൻ എക്സ്പ്രസ് അതൊക്കെ ഈ LHP ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഓടുന്നത്. നമ്മുടെ ഇന്ത്യൻ റെയിൽവേ കണ്ടുപിടിച്ച ട്രെയിൻ ഉണ്ട്, ട്രെയിൻ 80 എന്ന് പറയുന്നത്. അതാണ് നമ്മൾ വന്ദേ ഭാരതായിട്ട് കാണുന്നത്. ആ ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റിംഗ് പർപ്പസിൽ ഏതാണ്ട് 200 കിലോമീറ്റർ സ്പീഡ് ഉണ്ട്. ഓപ്പറേഷൻ സ്പീഡ് ഒരു 130 കിലോമീറ്റർ സ്പീഡ് പോകാൻ പറ്റുന്ന ട്രെയിനാണ്. ഈ സ്പീഡ് ഇപ്പോഴത്തെ ട്രാക്കിൽ നമുക്ക് കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളവും തിരുവൊക്കെയുള്ള ട്രാക്കിൽ അത്രയും സ്പീഡ് എടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് റെയിൽവേ ട്രാക്ക് നിവർത്തുന്നുണ്ട് മിക്കവാറും സ്ഥലങ്ങളിൽ. അപ്പോൾ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഏകദേശം 110 കിലോമീറ്റർ സ്പീഡിലേക്ക് എത്തിക്കാൻ കഴിയും. അതുകൂടാതെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ട്രാക്കുകളിൽ എന്ന് വെച്ചാൽ 4 ലൈൻ ആയിട്ടുള്ള ട്രാക്കുകളിലൊക്കെ 130-140 കിലോമീറ്റർ സ്പീഡിലേക്ക് എത്തിക്കാനാണ് റെയിൽവേ കണക്കൂട്ടിയിട്ടുള്ളത്. ഈ 200 കിലോമീറ്റർ സ്പീഡ് വരെ എടുക്കാവുന്ന ട്രെയിൻ 130ലേക്ക് ലിമിറ്റ് ചെയ്തേക്കുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ റെയിൽവേ ഉപയോഗിക്കുന്ന ബ്രോഡ് ഗേജ് ആണ്. എന്ന് വെച്ചാൽ ഏറ്റവും വൈഡ് ആയിട്ടുള്ള ട്രാക്കാണ് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ യൂസ് ചെയ്യുന്നത്. ബ്രിട്ടീഷുകാരാണ് ഇന്ത്യക്ക് ബ്രോഡ് ഗേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കാരണം അന്നത്തെ കാലത്ത് കൂടുതൽ ചരക്ക് കയറി കൊണ്ടുപോകാനായിട്ട് വാഗണുകൾ വലുതായിരിക്കണം, അതിനാണ് ഈ ബ്രോഡ് ഗേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്നാൽ ഈ ബ്രോഡ് ഗേജിന് ഈ ഒത്തിരി സ്പീഡ് സൂട്ടല്ല. അതാണ് മിക്കവാറും സ്ഥലത്ത് ഈ 130 ഒക്കെ ലിമിറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ സ്റ്റാൻഡേർഡ് ഗേജിലാണ് ട്രാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ സേഫ്റ്റിയാണ്, സ്പീഡും കിട്ടും. ബ്രിട്ടനിൽ ആദ്യം ബ്രോഡ് ഗേജ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 1892 അവര് സ്റ്റാൻഡേർഡ് ഗേജിലേക്ക് ഫുൾ ട്രാക്ക് മാറിയിരുന്നു. അവര് സ്റ്റാൻഡേർഡ് ഗേജിലേക്ക് മാറിയിട്ട് 100 വർഷത്തിന്റെ മേളിലായി. അപ്പോൾ ഇന്ത്യൻ റെയിൽവേ ഇപ്പോഴും ആ ബ്രോഡ് ഗേജിൽ തന്നെ നിൽക്കുക. അതുകൊണ്ട് സ്പീഡ് ഒരിക്കലും ഒത്തിരി കൂട്ടാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇന്ത്യയിൽ ബുള്ളറ്റ് ട്രെയിൻ ആവശ്യമായിട്ട് വരുമ്പോൾ സ്റ്റാൻഡേർഡ് ഗേജിലുള്ള ബുള്ളറ്റ് ട്രെയിനുകളാണ് നോക്കുന്നത്. അതുകൊണ്ട് ജാപ്പാനീസ് ടെക്നോളജിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മുംബൈ അഹമ്മദാബാദ് റൂട്ടിലൊക്കെ യൂസ് ചെയ്യുന്നത് ഷിങ്കാൻസൻ ടെക്നോളജി, ജാപ്പനീസ് ടെക്നോളജിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് സ്റ്റാൻഡേർഡ് ഗേജിലാണ് വരുന്നത്. അപ്പോൾ ബാക്കി എല്ലാ സിറ്റിയിലേക്കും ഈ ബുള്ളറ്റ് ട്രെയിനിന്റെ നെറ്റ്വർക്ക് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക. മുംബൈ, ഡൽഹി, ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ ഒക്കെ ആയിട്ട് ഇതിലെല്ലാം ഈ സ്റ്റാൻഡേർഡ് ഗേജിലാണ് പണിയുന്നത്. ലോകത്തെ എല്ലാ ട്രെയിനുകളും ഈ ഹൈസ്പീഡ് ട്രെയിനുകളെല്ലാം 4 ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഓടുന്നത്. ഒന്ന് ഷിങ്കാൻസൻ എന്ന് പറയുന്നത് ജപ്പാനീസ് ടെക്നോളജി, രണ്ടാമത്തത് TGV എന്ന് പറയുന്നത് ഫ്രാൻസിലെ ടെക്നോളജി, മൂന്നാമത്തത് ICE എന്ന് പറഞ്ഞിട്ട് ജർമ്മൻ ടെക്നോളജി, നാലാമത്തത് ചൈനീസ് ടെക്നോളജി. ഈ ബ്രോഡ് ഗേജ് ഇന്ത്യയിൽ മാത്രമല്ല, പാകിസ്ഥാനിലെ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, അർജന്റീന, ചിലി എന്നുള്ള രാജ്യങ്ങളിലും ബ്രോഡ് ഗേജ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ വന്ദേ ഭാരത് കണ്ടുപിടിച്ചില്ലേ, അപ്പൊ ഇങ്ങനത്തെ രാജ്യങ്ങളിൽ നിന്ന് അത് വാങ്ങിക്കാനുള്ള എൻക്വയറി വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ത്യൻ റെയിൽവേ ഇങ്ങനൊരു സംഭവം കണ്ടുപിടിച്ചിട്ട് ഇന്ത്യയിലെ ഹൈസ്പീഡ് റെയിലിൽ വന്ദേ ഭാരത് ചെയ്തിട്ട് ഉപയോഗിച്ചിട്ടില്ല. കാരണം ഇന്ത്യയുടെ ഹൈസ്പീഡ് റെയിൽ എന്ന് പറയുന്നത് 320 കിലോമീറ്റർ സ്പീഡാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, മുംബൈ അഹമ്മദാബാദ് റൂട്ട് വെക്കാൻ. അപ്പോൾ അതിൽ നല്ല ടെക്നോളജി തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്, ഷിങ്കാൻസൻ ടെക്നോളജി. പക്ഷെ ഈ ടെക്നോളജി ഇതുവരെയായിട്ടും പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, വന്ദേ ഭാരതിന്റെ ടെക്നോളജി.
അത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഫുള്ളായിട്ട് അതിന്റെ ഹൈ സ്പീഡിൽ യൂസ് ചെയ്യാൻ പോകുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളമായിരിക്കും. ഈ ശ്രീധരൻ കേരളത്തിന് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ റെയിൽവേയുടെ ടെക്നോളജിയാണ്. കാരണം മറ്റുള്ള രാജ്യങ്ങൾ സ്പീഡ് റെയിലിന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ഗേജ് യൂസ് ചെയ്യുമ്പോൾ ഇന്ത്യൻ റെയിൽവേ മാത്രമാണ് ഈ ബ്രോഡ് ഗേജിൽ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത്. 200 കിലോമീറ്റർ മാക്സിമം സ്പീഡും ഓപ്പറേഷൻ സ്പീഡ് ഈ 130 കിലോമീറ്ററും കൂടി വരുന്ന ട്രെയിൻ എന്ന് പറയുന്നത് ഈ കറക്റ്റ് വന്ദേ ഭാരത. ശരിക്കും നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിന്റെ ട്രാക്ക് വളവെല്ലാം നിർത്തി കഴിഞ്ഞാൽ ഒരു 110 കിലോമീറ്ററും 4 ട്രാക്ക് ആക്കി കഴിഞ്ഞാൽ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ 160 കിലോമീറ്റർ സ്പീഡ് വരെയും കിട്ടാം. ഒരു സ്ഥലത്താണ് നമ്മൾ എലിവേറ്റഡ് ട്രാക്കിൽ കൂടെ 140 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നത്. ഇപ്പോൾ മൊത്തം 473 കിലോമീറ്റർ ആണ്. അപ്പൊ 3 മണിക്കൂർ 30 മിനിറ്റ് കൊണ്ട് എത്തുമ്പോൾ ഏകദേശം 140 കിലോമീറ്റർ ആണ് ആവറേജ് സ്പീഡ് വരുന്നത്. ഇന്നിപ്പോ UAE ട്രെയിൻ സർവീസ് തുടങ്ങിയിട്ടുണ്ട്. അവരും ഏകദേശം സെമി ഹൈ സ്പീഡ് ട്രെയിനാണ് യൂസ് ചെയ്യുന്നത്. അവിടെ ഓപ്പറേഷൻ സ്പീഡ് എന്ന് പറഞ്ഞാൽ 200 കിലോമീറ്ററാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെ നമ്മുടെ കേരളത്തിന്റെ ട്രെയിൻ 3 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഇത് 2.25 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരെത്തും. കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 83 കോടി രൂപയാണ് പെർ കിലോമീറ്റർ തന്നെ. കേരളത്തിന്റെ സാഹചര്യം വരുമ്പോൾ 127 കോടി രൂപയാണ്. പക്ഷെ ഇത്രയും പൈസ മുടക്കിയതുകൊണ്ട് അതിന്റെ ഗുണം കിട്ടുന്നില്ല. എന്താണ്? സ്പീഡ് 130 കിലോമീറ്റർ സ്പീഡ് കിട്ടുന്നുള്ളൂ. അതേസമയം അവിടെ റേറ്റും കുറവാണ്, സ്പീഡും കൂടുതലാണ്. 200 കിലോമീറ്റർ സ്പീഡ് കിട്ടുന്നുണ്ട്. ആ ഒരു ഫ്യൂച്ചറിൽ ഇതേ ട്രാക്ക് തന്നെ യൂസ് ചെയ്തിട്ട് അബുദാബി ദുബായിലേക്ക് 30 മിനിറ്റ് കൊണ്ട് എത്താനുള്ള വിധത്തിലാണ് അവർ കണക്ട് ആക്കാൻ പോകുന്നത്. ഈ ട്രാക്കിൽ കൂടെ യൂസ് ചെയ്തിട്ട് തന്നെ സ്പീഡ് കൂട്ടി ഉപയോഗിക്കാൻ പറ്റും. അവരുപയോഗിക്കുന്നത് ജർമ്മൻ ടെക്നോളജി DB ട്രെയിൻ ആണ്. നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് വന്ദേ ഭാരതിന്റെ ട്രെയിൻ 18 എന്ന് പറഞ്ഞ ടെക്നോളജിയാണ്. ശരിക്കും ഗവൺമെന്റ് സാധാരണക്കാർക്ക് ഒരു ക്ലാരിറ്റി തന്നെ ഏത് ടെക്നോളജി യൂസ് ചെയ്യണമെന്ന്. ഒരിക്കലും ശ്രീധരൻ വീട്ടിലിരുന്ന് ടെക്നോളജി ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു ഡെഡിക്കേറ്റഡ് സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ടെക്നോളജി മുഴുവൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ത്യ അല്ലെങ്കിൽ ഏത് രാജ്യത്തിൻ്റെയാണെന്ന് ഇപ്പോൾ മുംബൈയുടെ ബുള്ളറ്റ് ട്രെയിൻ യൂസ് ചെയ്യുന്നത് ഷിങ്കാൻസൻ ടെക്നോളജിയാണ്, ജാപ്പനീസ് ആണ്. അതുമാതിരി നമ്മുടെ ഏത് ടെക്നോളജി യൂസ് ചെയ്യണമെന്ന് സാധാരണക്കാരെ അറിയിക്കേണ്ട ഒരു ചുമതലയുണ്ട്. അപ്പോൾ ഈ ശ്രീധരൻ ഉപയോഗിക്കുന്ന ട്രെയിൻ 18 എന്ന് പറയുന്നത് അല്ലെങ്കിൽ വന്ദേ ഭാരതിലേക്ക് ഉപയോഗിക്കുന്ന സെയിം ടെക്നോളജി ആണെങ്കിൽ അതൊരു നഷ്ടക്കച്ചവടം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 40,000 കോടി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ 200 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ജർമ്മൻ ടെക്നോളജി യൂസ് ചെയ്യുന്ന ട്രെയിൻ കിട്ടും. അപ്പം ഈ 60,000 കോടി ചെലവാണ് ഇതിന്, എന്നിട്ടോ സ്പീഡ് 140 കിട്ടുള്ളൂ. അപ്പോൾ ക്യാഷും കൂടുതലാണ്, സ്പീഡും ഇല്ലാത്ത ഒരു ടെക്നോളജി കിട്ടിയിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു ഫ്യൂച്ചർ ടെക്നോളജി വേണം. അതിന് മിനിമം ഈ ജർമ്മൻ എങ്കിലും ടെക്നോളജി ഈ മിനിമം 200 കിലോമീറ്റർ ഓപ്പറേഷൻ സ്പീഡ് കിട്ടുന്ന ട്രെയിനെങ്കിലും നമുക്ക് ആവശ്യമുണ്ട്. ഇത് കേരളത്തിലെ നഗരങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഇങ്ങനെ ഒരു സ്പീഡിൽ മതി. പക്ഷേ മറ്റ് സ്റ്റേറ്റിലുള്ള നഗരങ്ങളായിട്ട് മെട്രോ സിറ്റികളായിട്ട് കണക്ട് ചെയ്യാൻ ഇപ്പോൾ ബാംഗ്ലൂർ കൊച്ചി ആയിട്ടൊക്കെ കണക്ട് ചെയ്യാനായിട്ട് എന്തായാലും ബുള്ളറ്റ് ട്രെയിൻ തന്നെ വേണം. കാരണം അതൊക്കെ വൻ ബിസിനസ് ഉള്ള നഗരങ്ങളാണ്. അതായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്തായാലും 350 അല്ലെങ്കിൽ 400 സ്പീഡുള്ള ട്രെയിൻ തന്നെ ആവശ്യമുണ്ട് കേരളത്തിലേക്ക്. അപ്പോൾ കേരളത്തിനെ ഈ നഗരങ്ങളെ കണക്ട് ചെയ്യാൻ ഈ 200 കിലോമീറ്റർ സ്പീഡുള്ളതും മറ്റത് ബുള്ളറ്റ് ട്രെയിനും എന്തായാലും വന്നേ തീരും.